ഇനി മൗലവിന്റെ ഒരു പരിഹാസം കേൾക്കണത്, മൗലവി എന്നെ കൊണ്ട് പറയുന്നത് ഇയാൾ എന്റെ നാട്ടിൽ വന്നിട്ട് വയസ്സറിയിച്ചു. മൗലവി പറയാ, എന്നിട്ട് വാസ്തവത്തിൽ മൂപ്പര് വയസ്സ് അറിയിക്കാനേ. അതാ കേൾക്കാൻ പോന്ന്. അത് നല്ല രസമുള്ള പരിപാടിയാണ്. മൂപ്പര് പറയുന്നത് എന്താ പറഞ്ഞറിയോ, മൂപ്പർക്ക് ഇപ്പൊ മനസ്സിലായി പോലും ഞാൻ 5 വയസ്സിന് മൂപ്പരെ മൂത്തതാണ്. എനിക്ക് കുറച്ചും കൂടി മുട്ടിയാലുണ്ടല്ലോ മൗലവി നല്ലോണം മൂത്തതാണെന്ന് മനസ്സിലാവും കേട്ടോ. 5 വയസ്സിന് മൂത്തതാണ് ഇപ്പൊ മൗലവിക്ക് മനസ്സിലായിട്ട്. ഒന്ന് വെച്ചെടുത്താവനെ മൂപ്പര് പറയുന്നത് കണക്ക് മൂപ്പരൊന്ന് അറിയിക്കട്ടെ, വയസ്സറിയിക്കട്ടെ. 965 ഇനി ബാക്കി നിങ്ങൾ എത്ര കൂട്ടിക്കോളൂ. 965 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ എത്ര 42 എത്ര വരിക? എത്ര കൂട്ടിക്കോ. അപ്പൊ ഞങ്ങൾ തമ്മിൽ 5 വയസ്സിന് മൂപ്പര് മൂത്തതാണ് മനസ്സിലായില്ലേ? ശരി, അത് മൂപ്പരെ വയസ്സറിയിച്ചതാണത്. 965 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോ നിങ്ങൾ കൂട്ടിക്കോളി എത്രയായിട്ടുണ്ടാവുക. മൂപ്പരക്കാവുന്ന കൂട്ടാൻ കഴിയൂല. മൂപ്പര് ബാക്കിയുള്ളവർ കൂട്ടിക്കൊടുക്കണം മൂപ്പരെ വയസ്സേ പാവം. എന്നിട്ട് മൂപ്പര് കൂട്ടിയിട്ട് പറയാണ്, എന്ത് ഞാന് 1959 ജനിച്ചത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനായിട്ട് 5 വയസ്സിന് ഞാൻ മൂത്തതാണെന്ന് മൂപ്പർക്ക് ഇപ്പൊ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ട് എന്താ പറയുന്നു കേട്ടോ, മൂപ്പര് എന്നെ പറയുന്നുണ്ട്, ഞാൻ 1959 ജനിച്ചതിനെ പറ്റി മൂപ്പര് അറിയോ, എന്റെ നാട്ടിൽ വന്നിട്ട് വയസ്സറിയിച്ചു തന്നെ. ഇപ്പൊ ഇയാൾ അറിയിച്ച എന്തെന്നാ പ്രായ അന്നിട്ടവനെ വയസ്സറിയിച്ചു തന്നെ. മനസ്സിലാക്കി വെച്ചോ. ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയില്ലേ? കിട്ടി. ഇപ്പൊ വയസ്സറിയിച്ചു. അതെന്നെ സ്വീപ്പാക്കിട്ട് പറഞ്ഞതാ. അപ്പൊ മറ്റേ മൂപ്പരോ 65 തന്നെ അന്നേരം തന്നെ കിട്ടുക. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഡേറ്റ് ഓഫ് മൗത്താ കിട്ടുക. എന്നിട്ട് മൂപ്പര് കഥ ഒന്നല്ല രസം. മൂപ്പര് കാര്യമായി പറഞ്ഞറിയോ, ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഒരു 10-15 കൊല്ലം മുമ്പ് ഞാൻ പുല്ലൂക്കര ജമാഅത്ത് ഓതി പഠിക്കുന്ന കാലത്ത്, കുട്ടിയായിരുന്ന കാലത്ത് ഇയാളൊരു മുട്ടിയിരുന്നു. 10-15 കൊല്ലം പറഞ്ഞു. അത് മൂപ്പര് നേരിയോ 10-15 കൊല്ലം മാറ്റിയിട്ട് 15 കൊല്ലം മുമ്പ് ഞാൻ ഏറ്റുമുട്ടിന്ന് ഇയാൾ പറഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞു. 15 കൊല്ലം മുമ്പ് മുട്ടിന്ന് ഇയാൾ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എന്താ പറയോ. അപ്പോ അന്ന് എനിക്ക് എത്ര വയസ്സുണ്ടാവും? മൂപ്പര വയസ്സ് മൂപ്പര് കൂട്ടുകാർ. അന്ന് എത്ര വയസ്സുണ്ടാവും? വെറും 15 മൂപ്പര് കൂട്ടുന്നുള്ളൂ. എന്റെ 10-15 മൂപ്പരെ കൊണ്ട് ഒഴിവാക്കി. ഞാൻ പറഞ്ഞതിനകത്ത് സുമാറാണ്. ഒരു 10-15 തന്നെ 25, 20, 15 ഒക്കെ ആ ഒരു രൂപത്തിലുള്ള സംസാരം ഞാൻ സംസാരിച്ചാണ്. അത് മൂപ്പര് 15 മാത്രമാക്കി. മൂപ്പര് കണക്കൂട്ടിയിട്ട് പറയാണ്, 15 വയസ്സ് കുറച്ചാല് അന്ന് ഇയാൾ പ്രസവിക്കുമ്പോ ഇയാൾക്ക് എത്ര വയസ്സ്, എനിക്ക് എത്ര വയസ്സ്? 32 വയസ്സിൽ ഇയാൾ കുട്ടി. എന്നെ കൊണ്ട് പറയാ 32 വയസ്സിൽ ഇയാൾ കുട്ടി. എന്നാ അതൊന്നാ ഞാൻ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു രസം ഞാൻ കേൾപ്പിച്ചു തരാം. നല്ല രസമുള്ളൊന്ന് കേൾപ്പിച്ചു തരാം. ആദ്യം അതൊന്ന് കേട്ടോളി. മൂപ്പര് പറയുന്നത്, ഈ കാലത്ത് ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പോകുന്ന കാലത്ത് കടവത്തൂർ ഭാഗത്ത് മൗലവി ഞാനും തമ്മിൽ മുട്ടിയിരുന്നു. മൗലവി അന്ന് കടന്നതാണ് ഷാർജയിലേക്ക്. പിന്നെ മൗലവിയെ കണ്ടത് പിന്നെ ഇപ്പൊ അടുത്ത് നാദാപുരത്ത് 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അന്ന് ഞാൻ കുട്ടിയായിരിക്കുമ്പോ മുട്ടി. പിന്നെ ഇപ്പൊ 15 കൊല്ലം കഴിഞ്ഞിട്ട് കാണുകയാണ് 32 വയസ്സുള്ള കുട്ടി പുല്ലൂക്കരയിൽ ഓടി പഠിക്കുകയാണ്. 32 വയസ്സുള്ള കുട്ടി. 10-15 മൂപ്പര് 10 ഒഴിവാക്കിയിട്ട് 15 മാത്രമാക്കി. അതുകൊണ്ട് 32 വയസ്സുള്ള കുട്ടി ഞാന്. നിങ്ങൾക്ക് എനിക്ക് കേൾക്കാൻ പോകുന്നറിയോ, ഇയാൾക്ക് ഇപ്പൊ 42 വയസ്സായി, ഇയാള് കുട്ടിയാന്ന് ഇയാൾ പറയും. അതാ എനിക്ക് കേൾക്കാൻ പോകുന്നത്. ഇപ്പൊ അയാൾക്ക് 42 വയസ്സായി. 42 വയസ്സായ അയാളെ പറ്റി അയാൾ എന്നെ പറയുന്നത് കുട്ടി. അതെന്ന് വെച്ചോട്ടവനെ അപ്പൊ എന്റെ നാട്ടുകാർ അത്ഭുതപ്പെട്ടു. ആ കുട്ടി ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്റെ നാട്ടുകാർ അത്ഭുതപ്പെട്ടു. ആ കുട്ടി ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. എന്റെ വിഷയം മനസ്സിലായോ? ഞാൻ കട്ടുപ്പാറ പോയിട്ട് ഇയാളെ ആലിമീകളെ ചീത്ത പറഞ്ഞുള്ള ക്ലിപ്പ് വെച്ചു സംസാരിച്ചല്ലോ. അപ്പൊ ഇങ്ങളെ മൗലവി ചീത്ത പറയുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ അയാളെ നാട്ടുകാരിങ്ങനെ ആലോചിച്ചു വരുന്നത്, ആ കുട്ടി ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ വയസ്സെത്രയാ മൗലവി? 42 വയസ്സുള്ളപ്പോൾ ഹുസൈൻ സലഫി കുട്ടി, 32 വയസ്സുള്ളപ്പോ പേരോട് കുട്ടി എന്ന് പറഞ്ഞ സബുൽ ഭൂമിക്കാത്ത്. ഏത് മൗനമാണ് മൗലവി ഇത്? എത്ര നാവാണ് കൂട്ടരേ, എത്ര നാവാ മൗലവി. എന്നാ ഈ മൗലവിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ? മുമ്പൊരിക്കൽ നാദാവത്ത് പറഞ്ഞ് പേരോടെ വിടൂലെന്നൊന്നും ആധുനിക യുവത്തി പറയാൻ പാടില്ല. കുറച്ചേ നേരം മൗലവി പേരോടെ വിടൂല. അപ്പൊ ഒരു പൗരാണിക യുഗത്തിലാണ്. ഞാൻ മുമ്പ് കാണിച്ചതാണ്. എന്നിട്ടും മൗലവി ഇങ്ങനത്തെ വിട്ടില്ലല്ലോ. കുറച്ച് കൊണ്ടാ പഠിക്കണ്ടേ ഈ മൗലവി? കൊണ്ടാലും കണ്ടാലും പഠിക്കാത്തൊരു മൗലവി.